നമസ്കാരം. വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാവു തീണ്ടിയാൽ കുളം പറ്റും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? നാട്ടുപാരമ്പര്യത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും നമ്മുടെ പൂർവികരുടെ നിരീക്ഷണമാണിത്. ഇത് അന്ധവിശ്വാസമോ ആചാരമോ മാത്രമല്ല. ഇതിനു പിന്നിൽ ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. കാവുകൾ എന്നാൽ വലിയ വലിയ താങ്ങുവേരുകളും തായ്വേരുകളുമുള്ള വടവൃക്ഷങ്ങളുടെ സങ്കേതമാണ്. മാത്രമല്ല, ഭൂഗർഭജല സ്രോതസ്സിന്റെ ഉറവിടം കൂടിയാണ്. പ്രകൃതിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഇത്തരം കാവുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പണ്ടുള്ളവർ ഇപ്രകാരം ഒരു ചൊല്ല് നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. പക്ഷേ നമ്മൾ അതിനെ നിഷേധിച്ചു. പിന്നീട് വന്നവർ ഈ കാവുകളെ വെട്ടി നശിപ്പിച്ചു. കാവ് തീണ്ടിയാൽ കുളം പറ്റും എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ സത്യത്തെ ഇപ്പോഴാണ് നാം മനസ്സിലാക്കിയത്. ഭൂഗർഭജലം സ്രോതസ് വറ്റി തുടങ്ങിയിരിക്കുന്നു. കുളത്തിലെ, തടാകത്തിലെ നദികൾ ഇവയെല്ലാം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നീടാണ് എൻവറോൺമെന്റൽ സയൻസ് അഥവാ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖ വളർന്നു വരുന്നത്. അതിലൂടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ, ഭൂമിശാസ്ത്രകാരന്മാർ എല്ലാം പറയാൻ തുടങ്ങി കാവുകൾ പുനർനിർമ്മിക്കണമെന്ന്. ഇപ്പോൾ ഓരോരുത്തരും കാവുകളുടെ പുനർനിർമ്മാണത്തിൽ ഏറെ ശ്രദ്ധാലുക്കളായിട്ടുണ്ട്. വരും തലമുറകൾ കൂടി ഇത്തരത്തിൽ കാവുകളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കാവുകൾ ജൈവ വൈവിധ്യത്തിൻ്റെയും ഔഷധ സസ്യങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഒക്കെ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കാവുകളെ നശിപ്പിച്ചാൽ അത് മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കും, ഭീഷണിയായി തീരുകയും ചെയ്യും. നമസ്കാരം.